നീ ഒരു ക്യൂൻ ഓഫ് ലയൺ കിങ് ആവണമെന്നില്ല. നമുക്ക് നിന്റെ തറവാട്ടിലെ തകർക്കാം. കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അനിമൽ പ്ലാനറ്റ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുക. പക്ഷേ എൻ്റെ കിങ് എറണാകുളത്ത് കിടന്ന് രാജാവ് വിളിച്ചോ, ട്രിവാൻഡ്രത്ത് കാലുത്ത ഞാൻ സമ്മതിക്കില്ല. എങ്ങാനും കുത്തിയാലേ ആ തറവാട്ടിലേക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ. അല്ല, ചിലപ്പോൾ വരേണ്ടി വന്നാലോ? അഥവാ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളർന്ന വീടല്ലേ, ചുറ്റി നടന്ന് കണ്ടിട്ട് അപ്പം തന്നെ പൊക്കോണം. മനസ്സിലായല്ലോ? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും ലയണസാവും. കേട്ടല്ലോ? ഒരു കൈ ഇടുപ്പിൽ കുത്തി വിരൽ ചൂണ്ടി സംസാരിക്കുന്നവൾ നോക്കി അവൻ ചിരിച്ചുപോയി. നീല, ഓ ഗോഡ്, ഇങ്ങനെ ഒരു മണ്ടി പച്ചക്ക് പറഞ്ഞിരട്ടെ ഞാൻ. എന്ത്? അവനവളെ വലിച്ചടുപ്പിച്ചു. ആഫ്റ്റർ മാരേജ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എവിടെ വെച്ചാവെന്ന് അറിയോ നിനക്ക്? ആ ചോദ്യത്തിൽ അവളൊന്ന് പതിരെങ്കിലും നാണത്തോടെ ഇല്ല എന്ന് മൂളി. അടുത്ത നിമിഷം തന്നെ അവളോട് കൂടുതൽ ചേർന്നു അവൻ. കാതുകളിലേക്ക് മുഖം താഴ്ത്തി ഒന്ന് മുഖം ചേരിച്ച് അവളെ നോക്കി. ഏയ്, ലുക്ക് അറ്റ് മീ. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കട്ടിലിൽ, ആ ജനലിനോട് ചേർന്നു ഇടിയും മഴയുമുള്ളൊരു രാത്രി, നിന്റെ ബെഡിനോട് ചേർന്നുള്ള ആ ജനൽ ഞാൻ തുറന്നിടും. നീലാംബരി ചെടിയുടെ ദേഹത്ത് പടർന്നു കയറിയ മുല്ലച്ചെടി എനിക്ക് കാണണം. ബെഡിലേക്ക് വീഴുന്ന നീലാംബരി പൂവിനെയും മുല്ലപ്പൂവിനെയും ഒപ്പം നിന്നെയും എനിക്ക് മണത്ത് നോക്കണം. കൂടുതൽ മണമാർക്കാണോ അവളെ ഞാൻ സ്വന്തമാക്കും, എല്ലാ അർത്ഥത്തിലും. അന്ന് നിന്റെ റൂമിലിരുന്ന ഫോണിലൂടെ നീ ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു. അത്രയ്ക്ക് കൊതിച്ചു പോയി അവിടെ വന്ന് നിന്റെ ഒപ്പം കിടക്കാൻ. ബാക്കി ഇപ്പോൾ പറയണോ അതോ ഒന്ന് കാണിച്ചെന്നാ മതിയോ?